ഹായ് ഗായ്സ്, എല്ലാവരും എന്തോ പറയുക, സുഖമായിട്ടിരിക്കുമല്ലേ? കുഞ്ഞിലെനിക്ക് കിച്ചണിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഈ വെള്ളം ചൂടാക്കുക, ബുൾസൈ ഉണ്ടാക്കുക, മാഗി നൂഡിൽസ് ഉണ്ടാക്കുക, ഈ ദോശ അപ്പം അതിനുള്ള ബാറ്ററൊക്കെ ഉണ്ടാക്കുക. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പം ഈ ദോശ പരത്താനും ദോശ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയപ്പോൾ പിന്നെ എനിക്ക് കിച്ചണിലോട്ട് പോകാനേ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പിന്നെ ചെയ്തല്ലേ പറ്റും. അപ്പം ഒരു ദിവസം കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പം അമ്മ പുറത്ത് വരുന്നു. അപ്പോൾ അമ്മ എന്നെ ഞാൻ ചേച്ചി മാത്രമേ വീട്ടിലുള്ളായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാനാണ് എടുത്തത്. പറഞ്ഞ് 1.5 കപ്പ് പച്ചരി എടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പം മിക്സിയിലൊന്ന് അരി ആട്ടി വെക്കണേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ശരി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ ചെയ്ത് ഒന്ന് ആ പച്ചരിയൊക്കെ എടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം അത് പച്ചരി ചോറായിട്ടിരിക്കുക. എനിക്കറിയില്ലായിരുന്നു നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അന്ന് എനിക്ക് എന്തോ ചെയ്യാൻ. അങ്ങനെ ഞാൻ പിന്നെ ആരുടെ ചോദിക്കാനൊന്നും നിന്നില്ല. എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. ഞാൻ പിന്നെ മിക്സിയിൽ അരി നന്നായിട്ട് അരിയല്ല അത് ചോറാട്ടി വെച്ചു. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. രാവിലെ ആയപ്പം അമ്മ വന്നിട്ട് അമ്മ നോക്കി ഒന്നും പറഞ്ഞൊന്നുമില്ല. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിറ്റേ രാവിലെ അപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അമ്മ പറയും, വീണി എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു. അപ്പോൾ നിനക്കത് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല, ചീത്ത പറഞ്ഞൊന്നുമില്ല, വഴക്കും പറഞ്ഞില്ല. കുഴപ്പമില്ല, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ചൂടുവെള്ളം ഒഴിക്കാവും, നന്നായിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അത് പച്ചരിയും കൂടിയല്ലേ അങ്ങ് ചോറായി പോവും എന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതിന് ശേഷം എനിക്ക് അപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പത്തിൻ്റെ ബാറ്റർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും ഈസ്റ്റ് വരെ ഇട്ട് നോക്കിയിട്ടും ശരിയാവുന്നില്ല. ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അത് അതിനേക്കാളും ഭേദമാണ് ഈ പൊറോട്ട. പിച്ചി എടുക്കാൻ നോക്കിയാൽ പോലും ഒരുമാതിരി ഭയങ്കര റബ്ബർ പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ഗവേഷണം നടത്തി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം ഇപ്പം 1 കപ്പ് പച്ചരിയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഉഴുന്നും ഉഴുന്നല്ല, ഒരു നുള്ള് ഉലുവയും, ഇപ്പോൾ ഒരു 1.5 സ്പൂൺ ഉഴുന്നും, 1.5 സ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ഇട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ നല്ല കിട്ടില്ലായിട്ട് അപ്പം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. എന്നെപ്പോലെ എൻ്റെ അവസ്ഥ ഉള്ളവർക്ക് അത് നന്നായിട്ട് പ്രയോജനപ്പെടും. അപ്പോൾ ശരി, എന്നാൽ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.